എപ്പിസോഡ് 78 ഒരു കംപ്ലീറ്റ് അനാലിസിസുമായിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തതുപോലെ, എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വന്നത് അക്ബറും നമ്മുടെ ലക്ഷ്മിയും ആയിരുന്നു. അതിൽ നമ്മുടെ UK ലക്ഷ്മി ഹൗസിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. UK ലക്ഷ്മി പറയുന്നത് നെവിനാണ് അവിടുത്തെ ബെസ്റ്റ് പ്ലെയർ. നെവിൻ കപ്പ് ഉയർത്തണം, നെവിൻ ഭയങ്കരമാണെന്നൊക്കെയാണ് പറയുന്നത്. ഒരു തരത്തിൽ സത്യം പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൻ്റെ നിലവാരക്കുറവാണ് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റൊരു സ്റ്റാർ മെറ്റീരിയൽ കൂടിയില്ല, ഒരൊറ്റൊരു പവർ ഹൗസ് മെറ്റീരിയൽ കൂടിയില്ല. PR കൊണ്ട് മാത്രം തള്ളി നീക്കിയിട്ടുള്ള കുറച്ച് ആൾക്കാരും പിന്നെ എന്തിനോ വേണ്ടി എക്സിസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരും മാത്രമാണ് ഈ സീസണിലുള്ളത്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു സ്പെഷ്യൽ ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു സ്പെഷ്യൽ ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? യാതൊരുവിധ സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്രയും വലിയ ടോട്ടൽ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് സീസൺ ഇല്ല എന്ന് പറയേണ്ടി വരും. ഓരോ സീസൺ കഴിയും തോറും അത് കൂടുതൽ ഫെയിലിയറായി വരികയാണ്, വെറും ഫെയിലിയറായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സീസണും ബിഗ് ബോസൊക്കെ അടുത്ത് തന്നെ നിർത്തേണ്ട ഒരു അവസ്ഥയിലോട്ടൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം യാതൊരുവിധ മെമ്മറബിളായിട്ടുള്ള കാര്യങ്ങളും ഓരോ സീസണിനും നൽകാൻ കഴിയുന്നില്ല എന്ന് പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ ആരാണ് ഇതിൽ ജയിക്കുകയെന്നും കൂടി ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. അതായത് ലാസ്റ്റ് വീക്ക് വരെ ആർക്കെങ്കിലും ജയിക്കാനുള്ള ചാൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും ആരും ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആര് വേണമെങ്കിലും ജയിക്കാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അനുമോളായിരിക്കാം, ചിലപ്പോൾ അനീഷായിരിക്കാം, ചിലപ്പോൾ നൂറയായിരിക്കാം. ഈ മൂന്നിൽ അനുമോളും അനീഷും ആയിരിക്കും ഏറ്റവും അവസാനം വരുന്നത്. അനീഷായിരിക്കാം ജയിക്കുന്നത്. അനീഷ് തന്നെ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞ ഒരാളാണ്. അനീഷിൻ്റെ ഫേക്ക് മുഖം, അനീഷിൻ്റെ ഡബിൾ എന്താ പറയുക, ഇന്നലെ ആരോ പറയണ്ടായിരുന്നു അനീഷ് ഡബിൾ ക്യാരക്ടറാണോ, ഡബിൾ പേഴ്സണാലിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. ഇടയ്ക്ക് ഒരു സ്വഭാവമായിരിക്കും, ഇടയ്ക്ക് വേറെ സ്വഭാവമായിരിക്കുന്നു. അതൊക്കെ ഓൾറെഡി എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നലെ ഈ അനീഷിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് 5ാം പ്രാവശ്യവും ജയിലിലേക്ക് പോയ അനീഷിനെ ഒരു കൊട്ടിയത് ബിഗ് ബോസ് ഇരുന്നിട്ട്. പക്ഷെ അത് അനീഷിന് മനസ്സിലായിട്ടില്ല. അവിടെ പോയിരുന്നിട്ട് അയ്യോ എന്തോ ആരോ പറഞ്ഞ് ചെയ്ത് വെച്ചതുപോലെയുള്ള അഭിനയവും പ്രകടനങ്ങളൊക്കെ നമ്മുടെ അനീഷ് അവിടെ നിന്നിട്ട് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അനീഷൊക്കെ എന്തായാലും എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞു. അനീഷിനെ ജയിപ്പിക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണല്ലോ ഈ ഷോയുടെ ഒരു നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ജിൻഡോനെ പോലെയുള്ള ആൾക്കാരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള ഒരു ഷോ ആണിത്. അതോടുകൂടി ഈ ഷോയിൻ്റെ കംപ്ലീറ്റ് വാല്യൂ പോയി. കാരണം അത്രയും അൺഡിസേർവിങ് ആയിട്ടുള്ള ഒരാൾ ബിഗ് ബോസിൻ്റെ ലോക ചരിത്രത്തിൽ ബിഗ് ബോസിൽ ജയിച്ചിട്ടുണ്ടാവില്ല. ജിൻഡോനെ പോലുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ കോമഡി ആയിപ്പോയി. അയാൾക്കൊക്കെ വോട്ട് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ അമ്മോ പറയാണ്ടിരിക്കാൻ വയ്യ നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മാതിരി ദുരന്തമാണ് അയാൾക്കൊക്കെ വോട്ട് ചെയ്ത ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മാതിരി PR വെച്ച് തള്ളി എങ്ങനെയൊക്കെയോ ജയിപ്പിച്ചെടുത്തു. അതോടുകൂടി ബിഗ് ബോസ് ഷോ തന്നെ PR ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ ഒരു കാര്യവും ഇതിന് ചെയ്യാനും പറയാനൊന്നുമില്ല. അതുപോലെ ഇനിയിപ്പം വരുന്നത് 3 ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ആ 3 ആഴ്ചയും ഭയങ്കര ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. അതിൽ ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ആദില നൂറ സെപ്പറേഷൻ. അതിപ്പോൾ ഇനി വലിയ ഡ്രാമയൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൂറക്ക് കുറച്ച് സപ്പോർട്ട് വിതറിയിട്ട് ആതിരയ്ക്ക് സ്ഥലം വിടാം. കാരണം ഇനിയിപ്പോൾ ആകെ 2-3 ആഴ്ചയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒന്നിക്കാം, കാണാം. അപ്പോൾ അതിൻ്റെ സീനൊന്നും എന്തായാലും ഇല്ല. പുറത്ത് പോയിട്ടാണെങ്കിൽ ആതിരയ്ക്ക് നൂറക്കുള്ള സപ്പോർട്ട് വേണമെങ്കിൽ കുറച്ച് കുത്തിക്കയറ്റാം, PR വർക്ക് കുറച്ച് നടത്താം. അങ്ങനെയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പം ജയിക്കാനുള്ള സാധ്യത ചിലപ്പോൾ കാണുന്നുണ്ട്. കാരണം PR വെച്ചിട്ടാണല്ലോ എന്തായാലും ജയിക്കാൻ പറ്റുക.